നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തണ്ണിമത്തൻ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കാൻ മാത്രം, ജീവൻ അപഹരിക്കാൻ മാത്രം കാരണക്കാരനായി മാറുമോ? അത്രമാത്രം സസൂക്ഷ്മം കഴിക്കേണ്ടുന്നൊരു ഭക്ഷണമാണോ തണ്ണിമത്തൻ എന്നുള്ള ഒരു ചോദ്യം, ഒരാശങ്ക, അതാണ് കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിലെ 4 പേർ ഒരുമിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടെ ഉണ്ടായിരിക്കുന്നത്. ചിക്കൻ അടങ്ങുന്ന മുട്ടയടങ്ങുന്ന ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ചിക്കൻ പുലാവ് കഴിച്ചതിന് ശേഷമാണ് ഇവർ തണ്ണിമത്തൻ കഴിക്കുന്നതും ഇതിനുശേഷം ദേഹാസ്വസ്ഥ്യമുണ്ടാകുന്നു, ആശുപത്രിയിലാകുന്നു, മരണപ്പെട്ട വാർത്ത പുറത്തു വരുന്നു എന്നുള്ളതായിരുന്നു വാർത്ത. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടെ ഈ വിരുദ്ധ ആഹാരങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വലിയ ആശങ്കകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വളരെ ദുരൂഹമായിട്ടുള്ള ഒരു സംഭവം. ഈ ആശുപത്രി അധികൃതർക്ക് പോലും എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഈ 4 പേരുടെ ജീവൻ നഷ്ടമായ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ അന്വേഷണം ശക്തമാകുന്നതിനിടയിൽ ഫോറൻസിക്കിന്റെ നടപടികൾ, അതിലുണ്ടാകുന്ന കണ്ടെത്തലുകൾ നിർണായകമായി മാറും എന്ന് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച ഫോറൻസിക് സംഘം ദോഗാഡിയുടെ വീട് പരിശോധിച്ച്, അതായത് മരണപ്പെട്ട ആളുടെ വീട് പരിശോധിച്ച് അവർ അവസാനമായി കഴിച്ച ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ, തണ്ണിമത്തന്റെ സാമ്പിളുകൾ, വെള്ളം, മറ്റ് ഭക്ഷണം എന്നിവ ഉൾപ്പെടെ എല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് ഈ കേസിൽ ഒരു നിർണായകമായി മാറും. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസും പറയുന്നത്. പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തിയ ശേഷം ഭക്ഷ്യവിഷബാധ മൂലമാണ് 4 മരണങ്ങൾ സംഭവിച്ചതെന്ന് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ ഭക്ഷ്യവിഷബാധയാണ് ഇതിന് കാരണം എന്ന് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിലായിരുന്നു എന്നതടക്കമാണ്, ആത്മഹത്യയോ അല്ലെങ്കിൽ കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും തീരുമാനിച്ചിരുന്നു എന്നതടക്കമുള്ള രീതിയിലും അന്വേഷണങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട്. സാമ്പത്തിക കാരണങ്ങളാൽ അബ്ദുള്ള ദുഗാഡിയ സമ്മർദ്ദത്തിലായിരുന്നു എന്നതടക്കമാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം നിലവിൽ പരിശോധിക്കുകയാണെന്ന് പോലീസ് സൂചന നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഭക്ഷണം, അത് അവർ കഴിച്ച അവസാന ഭക്ഷണം, അതിൽ പ്രധാനമായിട്ടും തണ്ണിമത്തനുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ് സൂചന. മലിനീകരണം, മായം ചേർക്കൽ, വിഷവസ്തുക്കളുടെ സാന്നിധ്യം എന്നിവ പരിശോധിക്കുന്നതിനുള്ള വിശാലമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് FDA വിശകലനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഈ കേസിൽ ഫോറൻസിക് പോസ്റ്റ്മോർട്ടം ആയിരിക്കും നിർണായകമായി മാറുക എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തം. എന്തായാലും എല്ലാ കണ്ടെത്തലുകളുടെയും സംയോജിത വിലയിരുത്തൽ മരണത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം നിർണ്ണയിക്കാൻ സഹായിക്കുമെന്നാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഒരു കുടുംബത്തിലെ 4 പേർ തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും മരണപ്പെടുകയും ചെയ്ത വാർത്ത പുറത്തു വന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടുകൂടെ ഈ ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നുള്ള ആശങ്കയ്ക്ക് അപ്പുറത്തേക്ക് ഈ തണ്ണിമത്തൻ വിപണിയിൽ വലിയ ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ള ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട്. തണ്ണിമത്തൻ വിപണി, നവി മുംബൈ പഴ വിപണിയിൽ തണ്ണിമത്തന്റെ വില കിലോഗ്രാമിന് 7 രൂപയോളമാണ് നിലവിൽ കുറഞ്ഞിരിക്കുന്നതെന്നാണ് വിവരം. വേനൽക്കാലത്ത് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു പഴമാണ് ഇതെങ്കിലും ഏഷ്യയിലെ ഏറ്റവും വലിയ മൊത്ത കാർഷിക വിപണികളിൽ ഒന്നായ നവി മുംബൈ APMSൽ വച്ച് അവിടെ വലിയ ഡിമാൻഡാണ് ഈ ഒരു മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അടുത്തുള്ള റിപ്പോർട്ടുകൾ. കിലോഗ്രാമിന് 5 മുതൽ 7 രൂപ വരെയാണ് നിലവിൽ വിലയിടിവ് ഉണ്ടായിട്ടുള്ളത്. പഴങ്ങൾ വലിയ സാമ്പത്തിക നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. സാധാരണയായി കിലോഗ്രാമിന് 10 മുതൽ 35 രൂപ വരെ മൊത്തവിലയിലാണ് ഇത്തരത്തിൽ പഴങ്ങൾ വിൽക്കുന്നത്. അതേസമയം ചില്ലറ വിൽപ്പന വിലയ്ക്ക് കിലോഗ്രാമിന് 30 മുതൽ 100 രൂപ വരെ ഉണ്ട്. മുംബൈയിലെ പൈഡോണി പ്രദേശത്ത് ഒരു ദമ്പതികളും അവരുടെ 2 പെൺമക്കളും ഒരു തണ്ണിമത്തൻ കഴിച്ചതിനെ തുടർന്ന് മരിച്ച റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ള വാർത്ത കേട്ടതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ആശങ്ക ഉണ്ടായിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ വേനൽക്കാലത്ത് പ്രിയപ്പെട്ട പഴങ്ങളിൽ ഒന്ന് തണ്ണിമത്തൻ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് അത്രത്തോളം ധൈര്യത്തോടെ കഴിക്കാൻ നിലവിലെത്തിയ സാഹചര്യത്തിൽ സാധിക്കുന്നില്ല. ആളുകൾക്ക് വലിയ പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതേസമയം ഇവർ
കഴിച്ചിരിക്കുന്ന തണ്ണിമത്തന്റെ അവസ്ഥ എന്തായിരുന്നു എന്നതടക്കം ഇനി അറിയേണ്ടതുണ്ട്. കീടനാശിനിയുടെ ഉപയോഗം, അവശിഷ്ടങ്ങൾ ഇതൊക്കെ തന്നെ ഇവരുടെ മരണത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗമടക്കം അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. തണ്ണിമത്തൻ ഒരു കാർഷിക ഉൽപ്പന്നമാണ്. വിളവെടുക്കുന്നത് വരെ അത് തങ്ങളുടെ പരിധിയിലാണെന്ന് കർഷകർ പറയുന്നു. എന്നാൽ അതിനു മുൻപ് കുറഞ്ഞത് 14 മുതൽ 15 വ്യത്യസ്ത തരം കീടനാശിനികളും കീടനാശിനി മരുന്നുകളും അതിൽ തളിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് ഭക്ഷ്യ വിഭാഗം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ കഴിക്കുന്ന തണ്ണിമത്തനിൽ ആ ഒരു കീടനാശിനി അവശിഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ അത് ഒരു മരണത്തിന് തന്നെ കാരണമായി മാറിയേക്കാം എന്നാണ് ഭക്ഷ്യ സുരക്ഷാ വിഭാഗം നൽകുന്ന സൂചന. സംസ്ഥാനത്ത് ഭക്ഷ്യമരുന്ന് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ശ്രീധർ ദുബെ പാട്ടീലാണ് ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം നൽകുന്നത്. മുന്തിരി പോലുള്ള മറ്റ് പല പഴവർഗ്ഗങ്ങളിലും ഇതേ കീടനാശിനി അവശിഷ്ടങ്ങൾ കാണാനുള്ള സാധ്യതകളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ മരണം സംഭവിച്ച 4 പേർ ഒറ്റയടിക്ക് മരണപ്പെട്ട ആ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തണ്ണിമത്തന്റെ സാമ്പിളുകൾ നിലവിൽ ശേഖരിച്ചു കഴിഞ്ഞു, പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പോലീസ് അന്വേഷിച്ചുവെങ്കിലും അയൽപ്പക്കത്തുള്ള ഒരു പഴക്കച്ചവടക്കാരിൽ നിന്ന് ഇത് വാങ്ങിയതായാണ് കണ്ടെത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും അത് അവിടെ നിന്ന് തന്നെയാണോ എന്നതിൽ ഉറപ്പിക്കാൻ സാധിക്കില്ല. ബന്ധുക്കളോടൊക്കെ ചോദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ഭക്ഷണം എവിടെ നിന്നാണ് ഇവർ വാങ്ങിയത് എന്നതിന് ബില്ലില്ലാത്തത് കൊണ്ട് തന്നെ ഒരു സ്ഥിരീകരണമില്ല എന്നുള്ളത് അന്വേഷണത്തിന് ചെറിയൊരു തടസ്സമായി നിൽക്കുന്നുമുണ്ട്. എന്തായാലും ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരവ്യാപകമായി തണ്ണിമത്തൻ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സൂചന. പൂർണ്ണമായിട്ടും പാകമാകുന്നതിന് മുൻപ് വിളവെടുക്കാനാകുന്നതും പിന്നീട് കാൽസ്യം കാർബൈഡ് ഉപയോഗിച്ച് പഴുപ്പിക്കുന്നതുമായുള്ള മാമ്പഴത്തിനായിട്ടുള്ളതടക്കം ഉള്ള ക്യാമ്പയിനുകൾ ഇവിടെയുണ്ട്. അത്തരം ക്യാമ്പയിനുകൾക്കിടയിൽ ഇങ്ങനെയൊരു തണ്ണിമത്തൻ പാകമാകുന്നതിന് മുമ്പ് തന്നെ വിളവെടുത്ത് അത് പഴുപ്പിച്ച് നടത്തുന്ന വിൽപ്പന അതൊക്കെ തന്നെയാണ് ഇപ്പോൾ പരിശോധിക്കുന്നതും സംശയത്തിന് മുന്നിലേക്ക് വെക്കുന്നതും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതേസമയം പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടെയുണ്ട്. എല്ലാ സാമ്പിളുകളും ബാന്ദ്രയിലെ ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ കണ്ടെത്തലുകളും അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഭുണ്ടി ബസാർ നിവാസികളായിട്ടുള്ള 40-കാരനായിട്ടുള്ള അബ്ദുള്ള ദുഖാഡിയ, ഭാര്യ നസ്രീൻ ദുഖാഡിയ, മക്കളായിട്ടുള്ള ആയിഷ, സൈനബ് എന്നിവരാണ് അതേ ദാരുണമായിട്ടുള്ള മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു എന്നുള്ള വാർത്ത. ബിരിയാണി കഴിക്കുന്നു, അതിനുശേഷം തണ്ണിമത്തൻ കഴിച്ച് മരണപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വന്നത്. അഞ്ചേരിയിൽ മൊബൈൽ ഷോപ്പ് നടത്തി വരികയായിരുന്നു അബ്ദുള്ള എന്ന് പറയുന്ന ആൾ. 25-ാം തീയതിയാണ് ഇത്തരത്തിൽ രാത്രി ബിരിയാണിയും തണ്ണിമത്തനും കഴിച്ച് മണിക്കൂറുകൾക്ക് ശേഷം അവർ ദേഹാസ്വസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് പ്രവേശിക്കുന്നത്. ബിരിയാണി കഴിക്കുന്നത് കുടുംബത്തോടൊപ്പമാണ്, മറ്റ് കുടുംബാംഗങ്ങൾക്കൊപ്പമാണ്. പക്ഷേ അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിയ കുടുംബാംഗങ്ങൾ പോയതിനു ശേഷം തണ്ണിമത്തൻ കഴിച്ചു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇതോടുകൂടെയാണ് സംഭവം ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് അന്വേഷണ സംഘവും പറയുന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30 ഇവർ ബിരിയാണി കഴിക്കുന്നത്. ഇവരുടെ 5 ബന്ധുക്കൾക്കൊപ്പമായിരുന്നു ബിരിയാണി കഴിച്ചവർ റെസ്റ്റ് എടുത്തത്. എന്നാൽ ബന്ധുക്കൾ പോയതിനു ശേഷം പുലർച്ചെ 1-നും 1:30-നും ഇടയിൽ 4-അംഗ കുടുംബം തണ്ണിമത്തൻ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടടുത്ത ദിവസം രാവിലെ 6 മണിയോടെയാണ് 4 പേരെയും ഛർദിയും വയറിളക്കവും മറ്റ് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പക്ഷേ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് ഇവരെ പ്രവേശിപ്പിച്ചുവെങ്കിലും 4 പേരുടെയും ജീവൻ രക്ഷപ്പെടുത്താനായിട്ടില്ല. രാവിലെ 10:30 സൈനബ്, 3 മണിക്കൂറിന് ശേഷം നസ്രീൻ, വൈകുന്നേരം 5:15 ആയിഷ, രാത്രി 10:15 അബ്ദുള്ള എന്നിവർ മരണപ്പെട്ടു. നിലവിലത്തെ പഠനങ്ങൾ പ്രകാരം തണ്ണിമത്തൻ കഴിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് തണ്ണിമത്തൻ കഴിക്കുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചില രീതികൾ വേണം എന്നുള്ള ഒരു സൂചനകൾ നൽകുന്നുണ്ട്. നിലവിലത്തെ ഈ സാഹചര്യത്തിൽ ഒരുപാട് ഈ വിരുദ്ധാഹാരങ്ങളുണ്ട്. നമ്മൾ പല സാധനങ്ങളും നമ്മൾ ടേസ്റ്റോട് കൂടെ കഴിക്കുന്നെങ്കിലും അതൊരിക്കലും അത്തരത്തിൽ കഴിക്കരുത്. അത് നമുക്ക് ശാരീരിക അസ്വസ്ഥതകൾ അതോടൊപ്പം തന്നെ ജീവൻ തന്നെ ഹനിക്കുന്ന തരത്തിലേക്കുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ വന്നിരുന്നു. അത്തരം മുന്നറിയിപ്പുകൾ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോൾ തണ്ണിമത്തന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്.
തണ്ണിമത്തൻ കഴിക്കുമ്പോൾ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തടയാൻ വളരെയധികം സഹായിക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. തണ്ണിമത്തന്റെ കൂടെയോ തൊട്ടു പിന്നാലെയോ കഴിക്കാൻ പാടില്ലാത്ത അത്തരം പ്രധാനപ്പെട്ട വസ്തുക്കളിൽ ഒന്ന് എന്ന് പറയുന്നത് മിൽക്കാണ്, പാലാണ്. നമുക്കറിയാം പലപ്പോഴും നമ്മൾ തണ്ണിമത്തനും പാലും ജ്യൂസ് അടിച്ച് കഴിക്കുന്നത് പതിവാണ്. അതൊക്കെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് എന്നാണ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. തണ്ണിമത്തനും പാലും ചേർത്ത് കഴിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. തണ്ണിമത്തനിൽ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പാലുമായി ചേരുമ്പോൾ പാല് പിരിയാനും അത് വയറുവേദന, ദഹനക്കേട് തുടങ്ങിയിട്ടുള്ള ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധിക്കും എന്നാണ് ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള പ്രധാനപ്പെട്ട അടിസ്ഥാനം. അടുത്തത് വെള്ളമാണ്. തണ്ണിമത്തൻ കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല. തണ്ണിമത്തനിൽ നിലവിൽ ഒരു തണ്ണിമത്തൻ എടുത്തു നോക്കുമ്പോൾ അതിൽ ഏകദേശം 92% വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ തണ്ണിമത്തനൊപ്പം വെള്ളം കഴിക്കുന്നത് അത് ദഹനരസങ്ങളുടെ വീര്യം കുറയ്ക്കാനും ദഹന പ്രക്രിയ സാവധാനത്തിലാക്കാനും കാരണമാക്കും. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മുട്ട. മുട്ടയൊരിക്കലും തണ്ണിമത്തന് ഒപ്പം കഴിക്കാൻ പാടില്ല. നാരുകളും വെള്ളവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുട്ടയിൽ പ്രോട്ടീൻ കൂടുതലായി ഉള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം ദഹിപ്പിക്കാനുള്ള പ്രശ്നങ്ങൾ വയറിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഉപ്പ്, വറുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയും തണ്ണിമത്തന് ഒപ്പം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുണ്ട്. തണ്ണിമത്തൻ കഴിച്ചതിന് ശേഷം ഏകദേശം 30-45 മിനിറ്റ് ഇതിന് ഒരു ഗ്യാപ്പിൽ മാത്രമേ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പാടുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. രാത്രി വൈകി തണ്ണിമത്തൻ കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാരണം ഇത് ദഹനത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്താണ് ഇവിടെ ഈ പറയുന്നത് പോലെ ഇവർ രാത്രി 1-നും 1:30-ക്കും ഒക്കെ ഇടയിൽ തണ്ണിമത്തൻ കഴിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ സമയം തെറ്റി കഴിച്ച ആ ഒരു രീതി അല്ലെങ്കിൽ പഴകിയതാകാം. ഈ പറയുന്നത് പോലെ തണ്ണിമത്തനിൽ ഉണ്ടായിട്ടുള്ള രാസവളങ്ങളുടെ പ്രയോഗമായിരിക്കാം ജീവൻ നഷ്ടപ്പെടാൻ കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ എന്ത് സംഭവിച്ചു എന്നത് വ്യക്തമായി പറയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണ്ടതുണ്ട്. ആ ഒരു തെളിവിനും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും വേണ്ടി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും കാത്തിരിക്കുന്നത്.